ഡി വിഭാഗത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഷേർലി ജാക്ക് അഡാട്ട് ഇടവകയിൽ നിന്നാണ്. ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ ഒന്നും റാങ്ക് കിട്ടുക അങ്ങനെയൊന്നും പ്രതീക്ഷയൊന്നുമില്ല. ദൈവത്തോട് ഞാൻ പറയും, ഇത് എനിക്ക് എഴുതാം, അങ്ങയുടെ ഇഷ്ടം എന്താണെങ്കിൽ എഴുതാം. കാരണം പല പല കാര്യങ്ങൾ വരുമല്ലോ, ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. പിന്നെ ജൂലൈ ആകുമ്പോഴേക്കും ഞാൻ ഒരുവിധം എല്ലാം പഠിച്ചു കഴിയും. ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം ബൈഹാർട്ടാക്കും. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വചനമെല്ലാം എഴുതും ആദ്യം, പിന്നെ നോട്ട്സ് എഴുതും. അങ്ങനെ കുറേ എഴുതി പഠിക്കും. അങ്ങനെ അവസാനം എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു റാങ്ക് കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു ഇത് വരുള്ളൂ. അതുവരെയൊക്കെ എഴുതാൻ എഴുതാം. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങനെ ഒരു ഇതിലാണ്. ഈ വിഭാഗത്തിൽ നിന്നും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഷീജ ഡേവിസ് വെളപ്പായ. ആദ്യം തന്നെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ ദിവസത്തിൽ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് ഒരു 5-6 മണിക്കൂർ ബൈബിൾ പഠിക്കും. അത് പഠിക്കാൻ മാത്രമല്ല, ഞാൻ ആ വചനങ്ങളൊക്കെ എഴുതി പഠിക്കും. അങ്ങനെയാണ് ഒരുങ്ങാറ്. ജനുവരി തൊട്ട് പഠിച്ചു തുടങ്ങും. ജൂലൈ ആകുമ്പോഴേക്കും പോർഷൻ തീർന്ന് പിന്നെയൊക്കെ റിവിഷൻ അങ്ങനെയായിട്ട് പഠിക്കും. എഫ് വിഭാഗത്തിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആനി ജോർജ് പറപ്പൂരയുടെ വക. ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഒരുക്കാൻ തുടങ്ങുന്നത് ജാനുവരി മുതൽ പഠിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് എല്ലാം ഒരു മെയ് ആകുമ്പോഴേക്കും ഒരുവിധം പഠിച്ചു തീർക്കും. പിന്നെ തൃശ്ശൂർ പഠന ബൈബിളും പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഓൺലൈൻ ക്വിസൊക്കെ നടത്താറുണ്ട്. അതിലെല്ലാം പങ്കെടുക്കും. പിന്നെ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഈ വചനങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പകൽ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അതനുസരിച്ച് രാത്രി ഇരുന്ന് അത് വായിക്കും. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. 2025 ലോഗോസ് പരീക്ഷയിലെ റാങ്ക് ജേതാക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. അവരെ പ്രോത്സാഹിപ്പിച്ച അവരുടെ വീട്ടുകാർ, അതുപോലെ അവരുടെ ഇടവക വികാരിമാർ, എല്ലാവർക്കും ഞാൻ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.